പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ച് പുരോഗമിക്കുന്നു. CPM കോഴി ഫാം എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം. സനിസ കൂടുതൽ വിവരങ്ങളുമായി. സനിസ, ഈ പ്രതിഷേധത്തിന്റെ ഉദ്ദേശം എന്താണ്? ഏത് സ്വഭാവത്തിലുള്ള പ്രതിഷേധ പരിപാടിയാണ്? പ്രതിഷേധവുമായി പോയി അവിടെ പോസ്റ്റർ പതിച്ചിരുന്നു. അതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ സുരക്ഷാ വീഴ്ചയിലും അതുപോലെ തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലാണ് ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചത്. ആ ഒരു വിഷയത്തിൽ തിരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി ഇവിടെ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ പോസ്റ്ററുകളും അതുപോലെ ബാനറും കാർഡും ബോർഡും പതിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇത്തരത്തിൽ CPM കോഴി ഫാം എന്ന തരത്തിലുള്ള ബാനറുകളാണ് ഇവിടെ ബാരിക്കേഡിന് മുകളിലായിട്ട് പതിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ VD സതീശന്റെ ഔദ്യോഗിക വസതിയിൽ SFI രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി ചെന്ന് പോസ്റ്റർ പതിച്ചിരുന്നു. അവിടെ വലിയൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ട്, ഉടനടി നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം സസ്പെൻഡഡ് ആയിട്ടും അത്തരത്തിൽ വലിയൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഒരു സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത് ഒരു ഔദ്യോഗിക വസതിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പതിക്കാൻ പ്രതിഷേധമായി ചെന്ന് SFIക്ക് കഴിഞ്ഞു എന്ന തരത്തിലുള്ള അതിൽ പ്രകോപനം കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഈ സസ്പെൻഷൻ മാത്രം പോരാ, പാർട്ടിയുടെ പ്രാഥമിക പദത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് മാത്രം പോരാ, രാജിവെക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചായിരുന്നു SFIയുടെ ഈ പ്രതിഷേധം. അത്തരത്തിൽ ആ പ്രതിഷേധത്തിന് ഒരു മറു പ്രതിഷേധം എന്ന തരത്തിലാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ മുകളിൽ മൊത്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. CPM കോഴി ഫാം എന്ന പോസ്റ്ററുകളും അതുപോലെ ബാനറും ബോർഡും ഒക്കെയാണ്. പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും തുടരുകയാണ്. നിശ, സനിസ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് SFIക്കാർ നടത്തിയ മാർച്ചിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. സനിസ തുടരുന്നുണ്ട്. സനിസ, ഇപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത്? ക്ലിഫ് ഹൗസ് നിന്ന് എഴുതിയിരിക്കുന്ന സൂചനാ ബോർഡിലൊക്കെ ഈ പോസ്റ്റർ പതിക്കുകയാണോ? ഇപ്പോൾ ഇവർ നിലവിൽ ബാരിക്കേഡ് മുകളിലാണ് ഈ പോസ്റ്ററുകളൊക്കെ പതിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ മുകേഷ് അടങ്ങുന്ന ഇത്തരത്തിൽ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവരെ നിലനിർത്തുന്ന ഒരു സർക്കാർ, ഒരു ഭരണപക്ഷത്തിന് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടോ? അത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു മിതത്വം തുടരണം. നേരത്തെ പ്രതികരിച്ച VD സതീശൻ, പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിന്റെ അന്ത്യമായി ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കില്ലെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു വിഷയം തന്നെ തികട്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ മുകേഷ് അടങ്ങുന്ന KV ഗണേഷ് കുമാർ മന്ത്രി അടക്കം അടങ്ങുന്ന ഇവർക്കെതിരെയൊക്കെ മുൻപും സമാന ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ നിലനിർത്തുന്ന ഒരു സർക്കാരിന് എന്ത് യോഗ്യതയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജി ആവശ്യപ്പെടാൻ എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. കൂടാതെ തന്നെ പ്രതിഷേധം നിർത്താതെ തന്നെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറി നിന്നിട്ടുണ്ട്. ബാരിക്കേഡ് മൊത്തമായിട്ടും പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇന്നലെ പ്രതിപക്ഷ നേതാവ്
നേതാവിന്റെ വീട്ടിൽ നടന്ന സുരക്ഷാ വീഴ്ചയ്ക്കും അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ചയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. നിശാന്ത്. ശരി.